പ്രൈസ് ലോർഡ്. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ യോഹന്നാൻ്റെ സഹോദരനായ യാക്കോബിനെ വാൾ കൊണ്ട് കൊന്ന ചരിത്രം കാണുന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമായെന്ന് കേട്ടപ്പോൾ പത്രോസിനെയും പിടിച്ച് തടവിലാക്കി. ഈ സമയത്ത് സഭ ശ്രദ്ധയോടെ പത്രോസിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 12-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ ഭാഗത്തിൽ കാണുന്ന ഒരു വാക്കുകൾ ഇങ്ങനെയാണ്: സഭ പ്രാർത്ഥിക്കുന്നു, പത്രോസ് ഉറങ്ങുന്നു. 12-ാം അധ്യായത്തെ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം: സഭയുടെ പ്രാർത്ഥനയും പത്രോസിൻ്റെ ഉറക്കവും. സഭ പത്രോസിൻ്റെ വിടുതലിന് വേണ്ടി ശക്തമായി ഒത്തൊരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് ന്യായമായി ചിന്തിക്കാം, പത്രോസ് എന്തുകൊണ്ട് ഉറങ്ങി? ഉറങ്ങാൻ പറ്റിയ സമയമാണോ ഇത്? ഒരു ഗ്രൂപ്പ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാനും കൂട്ടത്തിലിരുന്ന് പ്രാർത്ഥിക്കണ്ടേ? ഞാൻ എന്തിനു ഉറങ്ങി? മാത്രവുമല്ല, തൊട്ടടുത്ത ദിവസം മരണമാണ്. വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആ വിധി പ്രഖ്യാപനം വന്നിട്ടും താൻ കിടന്നുറങ്ങിയതിൻ്റെ കാരണം യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം വായിച്ചു വരുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. യേശു കർത്താവ് തന്നോട് തൻ്റെ മരണവിധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നീ വൃദ്ധനായ ശേഷം മരിക്കും എന്ന്. തൻ്റെ മരണം, താൻ ഇന്ന വിധം മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്നൊരു വാക്ക് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പത്രോസിൻ്റെ മനസ്സിൽ അന്നേ ഒരു ബോധ്യം വന്നു: ഈ യൗവനകാലത്ത് എനിക്ക് മരിക്കാനൊക്കത്തില്ല, ഞാൻ മരിക്കത്തില്ല. കാരണം എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞത് നീ വൃദ്ധനായ ശേഷമേ മരിക്കത്തുള്ളൂ. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ആ വാഗ്ദത്തം തൻ്റെ ഉള്ളിൽ ആഴത്തിൽ പതിഞ്ഞതുകൊണ്ട് തനിക്കൊരു ബോധ്യമുണ്ടായി: ഹെരോദാവ് എന്നെ ജയിലിലിട്ടാലും നാളെ എന്നെ കൊല്ലാൻ വിധിച്ചാലും എന്നെ കൊല്ലാൻ അവർക്ക് പറ്റത്തില്ല. കാരണം എൻ്റെ കർത്താവിൻ്റെ വാഗ്ദത്തം വളരെ വലുതാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ ഉറച്ച വിശ്വാസമുണ്ടായിരുന്നതുകൊണ്ട് ആ മരണ വാറൻ്റ് വന്ന ദിവസത്തിൻ്റെ തലേ രാത്രിയിലും പത്രോസിന് ഉറങ്ങാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞുകൊള്ളട്ടെ, പലപ്പോഴും ചെറിയ ചെറിയ വിഷയം പോലും നമ്മുടെ ഉറക്കത്തെ കെടുത്തും. ചെറിയ പ്രശ്നം മതി, നമുക്കുറങ്ങാൻ കഴിയാതെ പോകും. എന്നാൽ പത്രോസിനോട് ചോദിച്ചാൽ, പത്രോസേ, ഇത്ര വലിയ പ്രശ്നത്തിന് നടുവിലും നീ ഉറങ്ങിയത് എന്തുകൊണ്ട്? നിനക്ക് ടെൻഷനില്ലേ? നാളെ മരണമല്ലേ? പത്രോസിന് പറയാനുള്ള വാക്കിതാണ്: എനിക്കൊരു ടെൻഷനുമില്ല, മരണമല്ല എനിക്ക് വിഷയം, എൻ്റെ ദൈവത്തിൻ്റെ വാക്കാണ്. എന്നോട് പറഞ്ഞിട്ടുള്ളൊരു വാക്കുണ്ട്, ഞാൻ വൃദ്ധനായ ശേഷമേ മരിക്കത്തുള്ളൂ. ആ ബോധ്യം ഉള്ളിൽ വന്നപ്പോൾ, ദൈവത്തിൻ്റെ വാഗ്ദത്തം ഉള്ളിലെത്തിയപ്പോൾ തനിക്കൊരു കാര്യം മനസ്സിലായി: എൻ്റെ ജീവിതം എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിലാണെങ്കിൽ ഞാൻ ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. നമുക്കും ദൈവത്തോട് അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാം: കർത്താവേ, അങ്ങയുടെ വാഗ്ദത്തം എനിക്കുണ്ടെങ്കിൽ ഞാൻ ചെറിയ വിഷയത്തിനോ വലിയ വിഷയത്തിനോ മുമ്പിൽ ടെൻഷൻ ആകേണ്ട ആവശ്യമില്ല. എന്നെ നടത്തുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിപ്പാൻ വലുവനായ കർത്താവ് നമുക്കിടയാക്കട്ടെ. ഹാവ് എ ടെൻഷൻ ഫ്രീ ലൈഫ്. ഗോഡ് ബ്ലസ് യു.